ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ എമ്പുരാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയ താരത്തിന്റെ ലാലേട്ടന്റെ ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ബോക്സ് ഓഫീസിൽ ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമയാണല്ലോ എമ്പുരാൻ. തിയേറ്ററുകളിലെ വലിയ വിജയമായി മാറിയ കേരളത്തിൽ ഷെയർ 36 കോടി കടന്ന് റെക്കോർഡ് നേടിയെടുത്ത സിനിമയുടെ 13ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന കേരള ട്രാക്കിംഗ് ഗ്രോസ് 58 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ 1,30,00,000 മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 1 കോടിയിലേറെ കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 80,50,00,000 പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 13 ദിവസങ്ങൾ കൊണ്ട് 81,50,00,000 സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെടുന്നതാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗ കേരള ഗ്രോസും വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയുടെ കേരള ഷെയർ 37 കോടി ലക്ഷ്യമിട്ട് മുന്നേറുന്നു. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഇന്നലത്തെ 12ാം ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. 11 ദിവസത്തെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 252,85,00,000 മുകളിലാണ്. ഇന്നലെയോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 255 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ എസ്റ്റിമേറ്റ് കണക്കുകൾ ശരിവയ്ക്കുകയാണെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 257 കോടി 258 കോടി റേഞ്ചിലുണ്ടാകും. അപ്പോൾ ആകെ മൊത്തത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 260 കോടി കളക്ഷനിലേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് എടുക്കാനായിട്ടൊരുങ്ങുന്നു. കാത്തിരിക്കൂ. വലിയ വിജയം നേടിയെടുത്ത വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ എമ്പുരാന്റെ അടുത്ത കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട്.